ഹായ് ഫ്രണ്ട്സ്, ജൂണീസ് ഹോംമെയ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ എന്നാൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ പുഡിങ്ങാണ്. 2 ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. താഴെ മാംഗോ ലെയറും മുകളിൽ ക്രീം ലെയറും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 2.5 ടീസ്പൂൺ ജെലറ്റിൻ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ബ്ലൂം ചെയ്യാനായി വെക്കാം. നോർമൽ വാട്ടർ മതിയാവും. ഒരു മീഡിയം സൈസ് മാമ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നാരില്ലാത്ത മാമ്പഴം വേണം പുഡിംഗ് ഉണ്ടാക്കാനായി ഉപയോഗിക്കേണ്ടത്. ഇനി ചെറുതായി കട്ട് ചെയ്ത മാമ്പഴം 2 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ഇത് 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മാംഗോ പ്യൂരി ഉണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുന്നത് 60 ml ആണ്. ഇതിനി നന്നായി ചൂടാക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. തിളക്കേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മാംഗോ പ്യൂരിയും സോക്ക് ചെയ്ത ജെലറ്റിനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ജെലറ്റിൻ ചേർക്കുന്നത് കൊണ്ട് മെഷർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ പുഡിംഗ് കറക്റ്റായി സെറ്റ് ആവുകയുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പുഡിംഗ് മിക്സ്ചർ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കരുത്. 2 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് ആയിക്കോളും. മാംഗോ ലെയർ സെറ്റായി കഴിയുമ്പോൾ ക്രീം ലെയർ തയ്യാറാക്കാം. ഇതിനായി 1 ടീസ്പൂൺ ജെലറ്റിൻ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ബ്ലൂം ചെയ്യാനായി വെക്കാം. പാനിലേക്ക് 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഫ്രഷ് ക്രീം, 1/4 കപ്പ് പഞ്ചസാര ഇവ ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ജെലറ്റിൻ കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ക്രീം മിക്സ്ചർ സെറ്റായ മാംഗോ പുഡിങ്ങിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ പുഡിങ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മുടെ ലേയേർഡ് മാംഗോ പുഡിംഗ് ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട്. ഈ പുഡിംഗ് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. അതുവരേക്കും ബൈ.